السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا خير من دفنت في القاع يعظمه وطاب من طيبهن القاع والأكم. مولاي صل وسلم دائما أبدا نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. مولاي صل وسلم دائما أبدا على حبيبك خير وصاحبك فلا أنساهما أبدا. مني السلام عليكم ما جرى القلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ള ഫദ്ല് കൊണ്ട്, അളവറ്റ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹീതമായ ദിവസത്തിൽ പവിത്രമായ അവന്റെ ഭവനത്തിൽ നമ്മെല്ലാം ഒരുമിച്ച് കൂട്ടിയതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവനായ റബ്ബ് നമുക്കെല്ലാം മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിലും ലോക മുസ്ലിമീങ്ങളിലും എല്ലാ നാട്ടിലുള്ളവർക്കും അല്ലാഹു എന്നും സമാധാനവും സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, റബീഉൽ അവ്വൽ മാസം, ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട്. നബി തങ്ങളെ കാലത്തുള്ള സഹാബത്തിനെ, അതിനുശേഷം ഈ ഉമ്മത്തിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞിനെയും അതിരില്ലാതെ തങ്ങൾ സ്നേഹിച്ചതിന്റെ ചില വർത്തമാനങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്. തിരിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത് ബാധ്യതയാണ്, നമുക്ക് നമ്മളുടെ ഈമാനിന്റെ ഭാഗമാണ്, അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഒരു സത്യവിശ്വാസി തിരുനബിയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തങ്ങളോടൊപ്പം ജീവിച്ചിരുന്ന സഹാബാക്കളാണ്. നമുക്ക് എല്ലാത്തിനും മാതൃക സഹാബാക്കളാണ്. കാരണം അവരാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നേരിട്ട് കണ്ടത്, ആസ്വദിച്ചവർ. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. ബിഅയ്യിഹും ഇഖ്തദൈതും ഇഹ്തദൈതും,
ആ നക്ഷത്ര തുല്യരായ എന്റെ സഹാബത്തിൽ ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. സഹാബാക്കൾ ആരും പിഴച്ചവരല്ല. സഹാബാക്കളെല്ലാം പ്രവാചകന്റെ മാർഗത്തെ പരിപൂർണമായി പിന്തുടർന്നവരാണ്. എങ്ങനെ നിബിതങ്ങളെ സ്നേഹിക്കണമെന്ന് നമുക്ക് കാണിച്ചു തന്ന ആളുകളാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ. അതിൽ ഒന്നാമത്തെ ആളാരെന്ന് ചോദിച്ചാൽ, ഒരു സത്യവിശ്വാസിക്ക് പ്രവാചക സ്നേഹത്തിന് റോൾ മോഡലാക്കാൻ, മാതൃകയാക്കാൻ ഒന്നാമത്തെ ആളാരാണെന്ന് ചോദിച്ചാൽ സംശയത്തിന് ഇടയില്ലാതെ നമുക്ക് പറയാൻ കഴിയും. ഒന്നാമത്തെ ആള് സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ ല തഹ്ഖീഖ് സയ്യിദിന അബൂബക്കർ സിദ്ദീഖ്. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഭൂമി ലോകത്ത് ജനിച്ചിട്ടുള്ളവരിൽ വെച്ച്, ജനിക്കാനുള്ളവരിൽ വെച്ച്, മുഴുവൻ മനുഷ്യരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവാന് അത് അബൂ ഖുഹാഫയുടെ മകനാകുന്ന സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിന്റെ വാതിൽ ആദ്യമായി തുറക്കപ്പെടുന്നത് സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് നബിയെ സ്നേഹിച്ചത്? നിബിതങ്ങളെ പിന്തുടർന്നു, നിബിതങ്ങളെ പിൻപറ്റി, നിബിതങ്ങളെ അനുവാദം ചെയ്തു. അത് മാത്രമല്ല, ഹൃദയത്തിൽ നബിതങ്ങളോടുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? നബിതങ്ങളെ എങ്ങനെയാണ് അദ്ദേഹം സ്വീകരിച്ചത്? ഇതാണ് ഒരു സത്യവിശ്വാസിക്ക് മാതൃക. പിൻപറ്റണം. പിൻപറ്റലാണ് വിശ്വാസം, പിൻപറ്റലാണ് സ്നേഹം. പക്ഷേ പിൻപറ്റുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്നതിന് മുമ്പ് നബിതങ്ങൾ ഹൃദയത്തിൽ കൂടണം. ഹൃദയത്തിൽ നബിതങ്ങൾ ഉണ്ടാകണം. എത്ര വിട്ടോളം ഉണ്ടാകണം? എല്ലാത്തിനേക്കാളും. എത്രത്തോളം? സർവ്വതിനേക്കാളും എന്റെ ഹൃദയത്തിൽ ഒന്നാമത്തെ സ്ഥാനം ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാൻ കഴിയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബിതങ്ങളോടുണ്ടായിരുന്ന സ്നേഹത്തെ വർണ്ണിക്കാൻ കഴിയില്ല, വിശേഷിപ്പിക്കാൻ കഴിയില്ല. ഒരൊറ്റ ഉദാഹരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരിക്കൽ രോഗം ബാധിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു രോഗം വിവരം അറിഞ്ഞു. നബി തങ്ങളെ ചെന്ന് കണ്ടു. മരിദൽ ഹബീബു ഫസുർതുഹു ഫമരിദതു മിൻ നസഫി അലൈഹി ശുഫിയൽ ഹബീബു ഫസാറനി ഫശുഫിതു മിൻ നദിരി ഇലൈഹി. നിബിതങ്ങളെ ചെന്ന് കണ്ട അബൂബക്കർ നിബിതങ്ങൾ പനിച്ച് കിടക്കുന്നത് കണ്ട്, നമ്മൾ പറയാറുണ്ടല്ലോ, ഏതെങ്കിലൊക്കെ പെട്ടെന്നത് ഇൻസിഡന്റ് ആയി ചില ആളുകൾക്ക് പെട്ടെന്നത് ഹൃദയത്തിൽ ആഘാതം ഉണ്ടാക്കുമെന്ന്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു നബിതങ്ങൾ ഈ രോഗം ബാധിച്ച് കിടക്കുന്നത് കണ്ടിട്ട് ആ സമയത്ത്, ആ നിമിഷം അബൂബക്കർ റളിയല്ലാഹു തആല പരിപാലിച്ചു. സ്നേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി ബാധിച്ചത് കണ്ട് സന്ദർശിക്കാൻ ചെന്ന അബൂബക്കറിന് ആ പനി ബാധിച്ചു കിടക്കുന്ന, കട്ടിലിൽ കിടക്കുന്ന നബി തങ്ങളെ കണ്ടിട്ട് അപ്പു പനി ബാധിച്ചു. വീട്ടിൽ വന്ന് ദിവസങ്ങളോളം അബൂബക്കർ റളിയല്ലാഹു അൻഹു പനി ബാധിച്ചു കിടന്നു. നബി തങ്ങളുടെ രോഗം മാറി. അപ്പോൾ നബി തങ്ങൾ പ്രിയപ്പെട്ട സഹാബി വര്യനെ, സ്വന്തം സഹചാരിയെ കാണാൻ അബൂബക്കറിന്റെ വീട്ടിലേക്ക് വരികയാണ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ആരോഗ്യവാനായി ആഫിയത്തോടെ തന്നെ കാണാമെന്ന കാഴ്ച കണ്ട് നബി തങ്ങളുടെ രോഗം മാറിയല്ലോ എന്ന സന്തോഷത്തിൽ, ആ സന്തോഷത്തിലൂടെ അബൂബക്കറിന്റെ രോഗവും മാറി റളിയല്ലാഹു അൻഹു. മരിദൽ ഹബീബു വസുർതുഹു ഫമരിദതു മിൻ അസഫി അലൈഹി. എന്റെ ഹബീബിന് രോഗം ബാധിച്ചു. ഹബീബിനെ കാണാൻ ചെന്നപ്പോൾ ആ രോഗത്തിന്റെ വിഷമം കണ്ടിട്ട് എനിക്ക് രോഗം ബാധിച്ചു, എനിക്കും രോഗമായി. എന്നാൽ ശുഫിയൽ ഹബീബ് വസാറനി, എന്റെ ഹബീബിന്റെ രോഗം മാറിയിട്ട് രോഗിയായ എന്നെ കാണാമെന്നു. ഫശുഫീതു മിൻ നദിരി ഇലൈഹി. നബി തങ്ങളെ കണ്ടപ്പോൾ തന്നെ എന്റെ രോഗം മാറിക്കഴിഞ്ഞു. ഇതാണ് പ്രിയമുള്ളവരെ സ്നേഹം. പ്രവാചക സ്നേഹം എന്നുള്ളത്, പ്രവാചക പ്രേമം എന്നുള്ളത്, ഇതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. സഹാബാക്കൾ നബി തങ്ങളെ എങ്ങനെയാണോ സ്നേഹിച്ചത് അങ്ങനെ തന്നെ. ചരിത്രത്തിലേക്ക് നോക്കൂ നിങ്ങൾ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കഅബ ശരീഫിന്റെ തിരുമുറ്റത്ത് അല്ലാഹുവിന്റെ തൗഹീദ് പ്രഖ്യാപിക്കുകയാണ്.
അള്ളാഹുവിനെ കുറിച്ച് ഖുറൈശികളോട് പറയുകയാണ്, പ്രസംഗിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരുടെ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞത് ലാത്തയും ഉസ്സയും മനാത്തിനും ഇവകളൊക്കെയും നിങ്ങൾ ഉണ്ടാക്കിയ വെറും പ്രതിഷ്ഠകൾ മാത്രമാണ്, ബിംബങ്ങൾ മാത്രമാണ്. യഥാർത്ഥ യഥാർത്ഥ റബ്ബ് അവൻ അള്ളാഹു ഏകനാണ്. ഈ സത്യം കഅബയുടെ മുറ്റത്ത് നിന്നുകൊണ്ട് ഖുറൈശികളോട് വിളിച്ചു പറഞ്ഞപ്പോൾ അവർ നബി തങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി, നബി തങ്ങളെ അടിക്കാൻ തുടങ്ങി, നബി തങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. എവിടെയോ നിന്ന് അബൂബക്കർ അറിഞ്ഞു, എന്റെ പ്രവാചകനെ ഖുറൈശികൾ വളഞ്ഞിട്ടടിക്കുകയാണ്. ഓടിയെത്തി കഅബയുടെ മുറ്റത്തേക്ക് ഖുറൈശികളെല്ലാം നബി തങ്ങളെ വല്ലാതെ പെരുമാറുകയാണ്, ആക്രമിക്കുകയാണ്. അതിന്റെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് ഉമർ ഉറക്കെ പറഞ്ഞു, എന്തിനാണ് ഒരു മനുഷ്യനെ നിങ്ങൾ ആക്രമിക്കുന്നത്? ഈ ഖുറൈശികളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, യഥാർത്ഥ തൗഹീദ് നിങ്ങളുടെ മേൽ വിളംബരം ചെയ്തതിന്റെ പേരിലാണോ ഈ പ്രവാചകനെ നിങ്ങൾ ആക്രമിക്കുന്നത്? പ്രവാചകനെ പ്രതിരോധിച്ചു. ഈ സമയത്ത് ഖുറൈശികൾ പറഞ്ഞു, അബൂബക്കറെ, എന്നാൽ പിന്നെ ബാക്കിയുള്ളത് നിനക്കിരിക്കട്ടെ. നബി തങ്ങളെ വിട്ടിട്ട് അബൂബക്കറിനെ അടിക്കാൻ തുടങ്ങി, അബൂബക്കറിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. വല്ലാതെ അവർ പ്രഹരിച്ചു. അബൂബക്കർ റളിയല്ലാഹു ബോധരഹിതനായി വീണുപോയി. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കള് പൊക്കിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ട് കിടത്തി. ഇനിയും അവിടെ കിടത്തിയാൽ അവർ കൊന്നു കളയുമെന്നൊരവസ്ഥയായി. ആ സമയത്താണ് അദ്ദേഹത്തെ പൊക്കിയെടുത്ത് ബന്ധുക്കൾ കൊണ്ടൊന്ന് വീട്ടിൽ കിടത്തിയത്. ബോധം വന്നില്ല മണിക്കൂറുകളോളം. വൈകുന്നേരമായപ്പോൾ അല്പബോധം തെളിഞ്ഞു, കണ്ണ് തുറന്നു, ഓർമ്മ വന്നു. ഉടനെ ചോദിക്കുന്നത്, അയിന റസൂലുള്ളാഹ്, എന്റെ റസൂൽ എവിടെ? എന്റെ റസൂൽ എവിടെ? വേദനയില്ല, താൻ അനുഭവിച്ച ആ പീഡനത്തിന്റെ പേരിൽ പരാതിയില്ല. ഒന്നാമത്തെ ചോദ്യം, അയിന റസൂലുള്ളാഹ്, എന്റെ റസൂൽ എവിടെ? ഉമ്മ അടുത്തുണ്ട്. അന്നവർ വിശ്വസിച്ചിട്ടില്ല. ഉടനെ പറഞ്ഞ അബൂബക്കറെ, ആ മുഹമ്മദ് കാരണമായിട്ടാണ് മക്കയിൽ ഒരു നിലയും വിലയും ഉണ്ടായിരുന്ന നിന്നെ കഅബയുടെ മുറ്റത്ത് വെച്ച് ഖുറൈശികൾ ആക്രമിച്ചത്, നിന്നെ പീഡിപ്പിച്ചത്, നിന്നെ അടിച്ചു കൈയും കാലും ഒടിച്ചത്, നിന്റെ ബോധം നഷ്ടപ്പെട്ടത്. ഇനിയും നീ ആ മുഹമ്മദിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ? നീ അവരെ ഇനി കാണണ്ട, അവന് നീ ഇനി ഓർക്കണ്ട, നീ അവരുമായിട്ടൊരു ബന്ധവുമില്ല. ഇല്ല ഉമ്മ, ഉമ്മയല്ല ഇനി ആര് പറഞ്ഞാലും എന്റെ റസൂൽ എനിക്ക് മറക്കാൻ കഴിയില്ല. ഇപ്പൊ കാണണം എനിക്ക്. അയിന റസൂലുള്ളാഹ്, എന്റെ റസൂൽ എനിക്ക് ഇപ്പോൾ കാണണം, എനിക്ക് കാണിച്ചു തരണം. അബൂബക്കർ, നീ ഒരല്പം വെള്ളം കുടിക്കേ. രാവിലെ ഖുറൈശികൾ നിന്നെ ആക്രമിച്ചടിച്ചിട്ട് ബോധം പോയതാണ്, നീ ഒരല്പം ഭക്ഷണം കഴിക്കേ. ഇല്ലമ്മ, എനിക്ക് കഴിക്കണമെങ്കിൽ, എനിക്ക് കുടിക്കണമെങ്കിൽ എനിക്ക് എന്റെ റസൂലിനെ കാണണോ, എന്റെ റസൂലിന് ഒന്നും പറ്റിയിട്ടില്ലെന്നറിയണോ, റസൂല് സുരക്ഷിതനാണെന്ന് അറിയണം. അതിനുശേഷമേ ഞാൻ എന്തെങ്കിലും വെള്ളം കുടിക്കുകയുള്ളൂ. ഉമ്മയല്ലേ, മാതൃഹൃദയമല്ലേ, എന്നാൽ നിന്റെ റസൂലിനെ കാണിച്ചു തരാം. അങ്ങനെയെങ്കിലും നിന്റെ ജീവൻ നിലനിൽക്കട്ടെ. സന്ധ്യ മയങ്ങിയപ്പോൾ, തറ കറുത്തപ്പോൾ, മകന്റെ കൈ പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് മാതൃസ്നേഹമാണ്. ആ ഉമ്മ കൈ പിടിച്ചുകൊണ്ട് ചെന്നു. പതുക്കെ റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കയറി. നബി തങ്ങൾക്കൊരു കുഴപ്പവുമില്ല, സുരക്ഷിതനാണെന്ന് കണ്ടു. നിങ്ങളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലേ, അങ്ങയില്ലാതെ എനിക്ക് ജീവിതമില്ല നബിയേ. അങ്ങക്ക് എവിടെ വന്ന് ഏത് ശത്രുവിന്റെ എന്ത് ഏറ്റാലും അവിടെ ഞാനുണ്ടാകും നബിയേ. അതുകൊണ്ട് നാളെയും അങ്ങ് കഅബയുടെ മുറ്റത്തേക്ക് പോകണോ, അല്ലാഹ് ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കണം. അബൂബക്കർ തങ്ങളോടൊപ്പമുണ്ട്. പ്രിയരെ, ഇങ്ങനെയാണ് സഹാബത്ത് നബി തങ്ങളെ സ്നേഹിച്ചത്. നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയുമോ? നമ്മളെയൊക്കെ സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകനെ കുറിച്ചുള്ളൊരു പാട്ട് സ്റ്റാറ്റസ് ആക്കിയാൽ പ്രവാചക സ്നേഹമാകുമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ മൗലിദ് നടത്തി ഒരു തക്ബീർ വിളിച്ച് പച്ചക്കൊടിയൊക്കെ കിട്ടിയാൽ അതൊക്കെ കൊണ്ട് പ്രവാചക സ്നേഹത്തിൽ ഒതുങ്ങുന്നു. അതൊക്കെ മാത്രമാണ് പ്രവാചക സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നമ്മളുടെ ജീവിതം നബി തങ്ങൾക്ക് വേണ്ടിയാകണം. ഏതുപോലെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ജീവിതമായതുപോലെ അബൂബക്കറിന്റെ ജീവിതം, അബൂബക്കറിന്റെ സമ്പത്തും അബൂബക്കറിന്റെ കുടുംബവും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയായിരുന്നു. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സഹാബാക്കൾ മുഴുവനും നബി തങ്ങളെ ഹൃദയം കൊണ്ടവർ സ്വീകരിച്ചു. അപ്പോ പിന്നെ നബി തങ്ങൾ എന്ത് പറഞ്ഞാലും അവർക്ക് അവിടെ പ്രശ്നമില്ല. രണ്ടാമതൊരു ചോദ്യമില്ല.
നിബിതങ്ങൾ എന്ത് പറഞ്ഞാലും സ്നേഹിക്കുന്നവരങ്ങനെയല്ലേ. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ, അവർ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാവില്ല. സാധാരണ അങ്ങനെയല്ലേ. ഒരിക്കൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, എനിക്ക് നിങ്ങളെ പെരുത്തിഷ്ടമാണ്, എനിക്ക് നിങ്ങളെ യഥാർത്ഥത്തിൽ എന്റെ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല തിരിച്ചു ചോദിച്ചു, നീ പറയുന്നത് സത്യമാണോ? സത്യമാണ്, എനിക്ക് അങ്ങയോട് അങ്ങേറ്റത്ത് സ്നേഹമാണ്. എന്നാലേ നിന്റെ കയ്യിലുള്ള പണമൊത്തം എനിക്ക് വേണം. അതെന്തിനാ? അബൂ ഹുറൈറ പറഞ്ഞു, നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം പാടില്ല. നീ എന്നെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ചോദിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ നീ എനിക്ക് തരണം. അതെന്തിനെന്ന് ചോദിച്ചാൽ എന്റെ അർത്ഥം നിനക്ക് എന്നോട് യഥാർത്ഥത്തിലുള്ള സ്നേഹമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ നബിതങ്ങളെ സ്നേഹിച്ചാൽ അങ്ങനെയാകണം. നബിതങ്ങൾ എന്ത് പറഞ്ഞോ അതെന്റെ ജീവിതമാണ്, നബിതങ്ങൾ എന്ത് ചെയ്തോ അതാണ് എന്റെ ജീവിതം. സഹാബാക്കൾ അങ്ങനെയാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് സ്വന്തം നഫ്സിനേക്കാൾ സ്നേഹിക്കുക. നമുക്ക് ലോകത്ത് ഏറ്റവും വേണ്ടപ്പെട്ടത് ചോദിച്ചാൽ ചിലര് ഉമ്മയാണെന്ന് പറയും, ചിലര് വാപ്പയാണെന്ന് പറയും, ചിലര് മക്കളാണെന്ന് പറയും, ചിലര് ഭർത്താവാണ്, ചിലര് ഭാര്യ എന്ന് പറയും. എന്നാൽ ലോകത്ത് ഒരു മനുഷ്യന് അവന് സ്നേഹം അവന്റെ സ്വന്തം ശരീരത്തിനോടാണ്. ഓരോരുത്തർക്കും ഏറ്റവും കൂടുതൽ സ്നേഹം അവന്റെ സ്വന്തം നഫ്സിനോടാ. അത് കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ. ഭാര്യ സ്നേഹിക്കുന്നത് സ്വന്തം നഫ്സിന് വേണ്ടിയാ, മക്കളെ സ്നേഹിക്കുന്നത് നഫ്സിന്റെ ശരീരത്തിന്റെ വികാരമാണത്, അല്ലെ? മാതാപിതാക്കളായാലും അങ്ങനെ തന്നെ. എന്നാൽ നബിതങ്ങളോടുള്ള സ്നേഹമോ സ്വന്തം നഫ്സിനേക്കാൾ ഉണ്ടാകണം. എങ്ങനെ? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മദീന പള്ളിയിൽ നബി തങ്ങളോടൊപ്പം ഒരു മജ്ലിസിൽ ഇരിക്കുകയാണ്. അപ്പോൾ അന്നബിയു ആഖിദും ബിയദി ഉമറ, തൊട്ടടുത്തിരിക്കുന്ന ഉമറിന്റെ കൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു. സ്നേഹത്തിൽ നബി തങ്ങൾ ഇങ്ങനെ തലോടി കൈ ഇങ്ങനെ പിടിച്ച് സ്നേഹത്തിൽ ഇരിക്കുകയാണ്. സ്നേഹപ്രകടനം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട്. ഈ സമയത്ത് നബി തങ്ങളെ തൊട്ടടുത്തിരിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ല അന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടയാള് അങ്ങാണ് നബിയെ. എന്റെ മാതാവിനേക്കാൾ, എന്റെ പിതാവിനേക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാള് അങ്ങാണ് നബിയെ. ഇല്ലാ മിൻ നഫ്സി, എന്റെ ശരീരം കുഴിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ നഫ്സിനോടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ വേറെ ആരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം നബിയെ അങ്ങയോടാണ്. നബിതങ്ങളോടുള്ള സ്നേഹം വാക്കിലൂടെ പ്രകടിപ്പിച്ചതാണ്. നബിതങ്ങളുടെ മറുപടി എന്തായിരുന്നു? നബിതങ്ങളുടെ മറുപടി എന്താണ്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഉമർ ഫഇന്നഹു വല്ലാഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഉമറേ, നിന്റെ സ്നേഹം പൂർണ്ണമായിട്ടില്ല. ഉമറേ, നിന്റെ സ്നേഹം പൂർണ്ണമായിട്ടില്ല. നിനക്ക് എന്നോടുള്ള സ്നേഹം സമ്പൂർണമാകണമെങ്കിൽ, അതിലൂടെ നിന്റെ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ, നീ ഏറ്റവും സ്നേഹിക്കുന്ന നിന്റെ സ്വന്തം ശരീരമില്ലേ, ആ ശരീരത്തിനേക്കാൾ നിനക്ക് എന്നോട് സ്നേഹമുണ്ടാകണം ഉമറേ. പിന്നെ സംശയിച്ചില്ല, പിന്നെ അവിടെ സമയത്തിനിടം കൊടുത്തില്ല. ഉടനെ പറഞ്ഞു, ഫഅല്ലാഹി ലഅന്ത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി. സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഓ നബിയെ, എന്റെ സ്വന്തം നഫ്സിനേക്കാൾ എനിക്ക് അങ്ങയോട് സ്നേഹമാണ്, ഇഷ്ടമാണ്. ഫഖാല യാ ഉമർ അൽആൻ. ഉമറേ, ഇപ്പോഴാണ് നിന്റെ സ്നേഹം പൂർണ്ണമായത്. ഉമറേ, ഇപ്പോഴാണ് നിന്റെ സ്നേഹം പൂർണ്ണമായത്. എന്റെ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടവരെ, പ്രവാചകനോടുള്ള സ്നേഹം സഹാബാക്കൾ കാണിച്ചു തരുമ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ഓർമ്മിച്ചില്ല എങ്കിൽ, ഇതൊക്കെ നമ്മൾ അയവിറക്കിയില്ലെങ്കിൽ, ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പ്രവാചകനെ സഹാബത്ത് സ്നേഹിച്ചിന്റെ ചരിത്രം കോറിയിട്ടില്ലെങ്കിൽ, നബിതങ്ങളോടുള്ള ബന്ധം നമുക്കും നഷ്ടപ്പെട്ടു പോകുമല്ലോ. നബിതങ്ങളോടുള്ള സ്നേഹം നമുക്കും യാഥാർത്ഥ്യമാകണം. ആരാണ് പരലോകത്ത് നബിതങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ? അതെ, എല്ലാവരും ആഗ്രഹിക്കും നബിതങ്ങളോടൊപ്പം നിൽക്കാൻ, എല്ലാവരും ആഗ്രഹിക്കും നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ ചേരാൻ. ഖുർആനും പറഞ്ഞത് അങ്ങനെയല്ലേ,
പറയുമ്പോൾ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ. സ്വർഗ്ഗത്തിലെ നല്ല കൂട്ടുകാരാരാ? അമ്പിയാക്കളാണ്, ശുഹദാക്കളാണ്, സിദ്ദീഖീങ്ങളാണ്, സ്വാലിഹീങ്ങളാണ്. അതിലെല്ലാവരും ആഗ്രഹിക്കും എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ സ്വർഗ്ഗത്തിലെ സായം സന്ധികളിൽ ആ മനോഹരമായ സ്വർഗ്ഗത്തിലെ നദീതീരങ്ങളിൽ ഇരുന്നു കൊണ്ട് കഥ പറയാൻ, സല്ലപിക്കാൻ എനിക്ക് എന്റെ ഹബീബിനെ വേണം. എന്ത് ചെയ്യണമെന്നറിയുമോ? ദുനിയാവിൽ ഹൃദയം മുത്തുനബി തങ്ങൾക്ക് കൊടുക്കുക, എല്ലാത്തിനേക്കാളും നബി തങ്ങളെ സ്നേഹിക്കുക. ചരിത്രങ്ങൾ എത്രയോ ഉദാഹരണമാണ്. മരണാസന്നനായി കിടക്കുന്ന സമയത്തോ ഓർമ്മ റസൂലുള്ളയാണ്. കഴുകുമരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴോ ഓർമ്മ റസൂലുള്ളയാണ്. അതേ, സ്വന്തം പിതാവ് മരിച്ചതറിയുമ്പോഴും പ്രശ്നമില്ല, സ്വന്തം സഹോദരൻ മരിച്ചതറിഞ്ഞിട്ട് പ്രശ്നമില്ല. ഉഹുദിന്റെ രണാങ്കണമാണ് സന്ദർഭം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നോക്കൂ മുഅ്മിനീങ്ങളെ, ഒരു സഹാബി വനിത, ആണുങ്ങൾ മാത്രമല്ല സ്ത്രീ വനിതകള്, അതേ സഹാബി മഹദികള് പ്രവാചകനെ സ്നേഹിച്ചതിന്റെ കഥകൾ എത്രയോ നമുക്ക് കാണാൻ കഴിയും. ഈ ഉഹുദ് രണാങ്കണം നബി തങ്ങളുടെ 2 പല്ലുകൾ നഷ്ടപ്പെട്ട യുദ്ധമാണല്ലോ. ആ ഉഹുദ് രണാങ്കണത്തിൽ നബി തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് ശപിക്കപ്പെട്ട പിശാച് കുമ്പിതന്തി പരത്തി. ഇബ്ലീസ് ആളുകളുടെ ഇടയിൽ പറഞ്ഞു, നബി തങ്ങൾ ഇതാ ഉഹുദിൽ ഷഹീദായിരിക്കുന്നു. അപ്പോൾ മുസ്ലിമീങ്ങൾ പരിഭ്രാന്തരാകുമല്ലോ, അപ്പോൾ മുസ്ലിമീങ്ങൾ അക്ഷമരാകുമല്ലോ, ആത്മവിശ്വാസം നഷ്ടപ്പെടുമല്ലോ. അതോടെ ഉഹുദിന്റെ രണാങ്കണത്തിൽ മുസ്ലിമീങ്ങൾ അവസാനിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇബ്ലീസ് പറഞ്ഞതാണ്. പലരും അങ്ങനെ പേടിച്ചു പോയി, പലരും ഇസ്ലാമിൽ നിന്ന് പുറത്തായി. പക്ഷേ സഹാബി വനിത, എനിക്ക് എന്റെ നബിയെ കാണണം. അതേ ഉഹുദിന്റെ രണാങ്കണത്തിൽ ഓടുകയാണ്, അലയുകയാണ് ഒരു ഭ്രാന്തിയെ പോലെ വിളിച്ചുകൊണ്ട്, ഐന റസൂലുള്ളാഹ്, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂൽ എവിടെ? ഉഹുദിന്റെ മുക്കിലും മൂലയിലും നബി തങ്ങൾ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ, നബി തങ്ങൾ സുരക്ഷിതനാണോ എന്നറിയാൻ ഓടി നടക്കുമ്പോൾ ഇടയിൽ വന്നാരോ പറയുന്നുണ്ട്, പെണ്ണ് ഇതാ നിന്റെ ഉപ്പയുടെ മയ്യത്ത് ഉഹുദിൽ കിടക്കുകയാണ്, നിന്റെ വാപ്പ ഷഹീദായിട്ടുണ്ട്. അത് കേട്ടതുപോലെ നടിക്കുന്നില്ല, അത് കേട്ടതുപോലെ വിചാരിക്കുന്നില്ല. വീണ്ടും ഓടുന്ന ആളുകളോട് ചോദിക്കുന്നു, ഐന റസൂലുള്ളാഹ്, എന്റെ നബി എവിടെ, എന്റെ നബിക്ക് എന്തെങ്കിലും പറ്റിയോ? ഇതിനിടെ ആരോ എന്ന് പറയുന്നുണ്ട്, പെണ്ണ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിതാ ഷഹീദായി ഉഹുദിൽ കിടക്കുകയാണ്, നിന്റെ ഭർത്താവ് കൊല്ലപ്പെട്ടു പോയി. അതും മൈൻഡ് ചെയ്യുന്നില്ല, അതും ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും നബി തങ്ങളെ അന്വേഷിച്ച് ഓടുകയാണ്. ഇതിനിടയിലും ആരോ പറയുന്നുണ്ട്, പെണ്ണ് നിന്റെ സഹോദരനും ഉഹുദിൽ രണാങ്കണത്തിൽ ഷഹീദായി. അതും കേട്ടതുപോലെ നടിക്കാതെ വീണ്ടും ഓടുകയാണ് ഉഹുദിൽ. ഒരു ഭ്രാന്തിയെ പോലെ അലിയുകയാണ്. ഒറ്റ ചോദ്യം, എന്റെ റസൂൽ എവിടെ, എന്റെ റസൂലിന് എന്തെങ്കിലും പറ്റിയോ? അവസാനം ഉഹുദിന്റെ ഒരു ഭാഗത്ത് ഒരു ഗുഹയിൽ നബി തങ്ങൾ ചില സഹാബാക്കളുമായി സുരക്ഷിതമായിരിക്കുകയാണ്. അവിടേക്ക് ഓടിക്കയറി ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. തങ്ങൾക്കൊന്നും പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ, ഉറപ്പിച്ചപ്പോൾ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കുല്ലു മുസീബത്തിൻ ബഅദക ജലലു യാ റസൂലല്ലാഹ്. ഓ നബിയേ, ഓ നബിയേ, അങ്ങക്കൊരു കുഴപ്പവുമില്ലെങ്കിൽ, അങ്ങ് സുരക്ഷിതനാണെങ്കിൽ, അങ്ങ് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ എനിക്കുണ്ടാകുന്ന ഒരു മുസീബത്തും എനിക്ക് പ്രശ്നമല്ല. കാരണം വാപ്പ നിസ്സാരമായതുകൊണ്ടല്ല, ഭർത്താവ് നിസ്സാരമായതുകൊണ്ടല്ല, തന്റെ സഹോദരന്റെ വേർപാട് മനസ്സിനെ വേദനിപ്പിക്കാത്തത് കൊണ്ടല്ല, എല്ലാത്തിനേക്കാളും അത് റസൂലുള്ളാഹിയായതുകൊണ്ടാണ്. സഹാബി വനിതകള് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? ഹൃദയത്തിൽ അവർ സ്വീകരിച്ചു, ഹൃദയം നിറയെ നബിതങ്ങളായി. അപ്പോൾ എന്താണ് ഫലമുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും പിന്നെ അവിടെ അനുസരിക്കുന്നവർക്ക് രണ്ടാമതൊരു പ്രശ്നമില്ല. നമ്മളെ വർത്തമാന കാലത്ത് നമുക്ക് എന്തുകൊണ്ടാണ് നബിതങ്ങളെ പരിപൂർണമായി പിൻപറ്റാൻ കഴിയാത്തത്? നമ്മളുടെ സ്നേഹം സ്റ്റാറ്റസിലും, നമ്മളുടെ സ്നേഹം മൊബൈലിലും, നമ്മളുടെ സ്നേഹം എന്തെങ്കിലുമൊക്കെ പറയുന്നതിലും കേൾക്കുന്നതിലുമായിട്ട് അതിനപ്പുറം ജീവിതത്തിൽ എന്തുകൊണ്ട് നബിതങ്ങൾ വരുന്നില്ല? എന്റെ ഇഷ്ടത്തെക്കാൾ നബിതങ്ങളുടെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കാൻ കഴിയുന്നില്ല, എന്റെ താല്പര്യത്തെക്കാൾ നബിതങ്ങളുടെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒന്നാണ്,
നിബിതങ്ങൾ ഹൃദയത്തിൽ കയറിയിട്ടില്ല. സഹാബാക്കളെ സ്നേഹിച്ചതിന്റെ 1% പോലും നമുക്ക് നിബിതങ്ങളെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹുവിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ചരിത്രങ്ങൾ കേൾക്കുന്നതും സഹാബാക്കളെ പറയുന്നതും നിബിതങ്ങളെ അനുസ്മരിക്കുന്നതൊക്കെ അതിലേക്ക് എത്തുവാനുള്ള ഒരു വഴിയായി അള്ളാഹു ഖബൂലാക്കുമാറാകട്ടെ.